അവനെ എങ്ങനെ പിടിക്കണേ, അല്ലെങ്കിൽ ചെറുതായിട്ട്. ഹലോ മച്ചാമാരെ, കൊച്ചത് ഫിഷിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സായും കേസ്. മച്ചാമാരെ, ഇന്നത്തെ വീഡിയോ കേസ് നമ്മളൊരു ചൂണ്ടക്കട വരെ പോവാണ്. അപ്പോൾ കുറച്ച് സാധനം എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ അതിലോട്ട് കിടക്കുന്നതിന് മുന്നേ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ അതിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് മറക്കരുത്. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ നേരെ ചൂണ്ടക്കടലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ കൈക്ക് വീഡിയോ കണ്ട മച്ചവർക്കൊക്കെ അറിയായിരിക്കും. അതായത് നമ്മുടെ സ്റ്റിക്കൊക്കെ ഒടിഞ്ഞു പോയിട്ടുണ്ട്. നമ്മുടെ ബ്രാവോഡ് സ്റ്റിക്കാണ് ഒടിഞ്ഞു പോയത്. അപ്പോൾ നമ്മൾ പന്തളത്തുള്ള ചൂണ്ടക്കടയൊക്കെ വിളിച്ചിട്ട് നമ്മൾ പുതിയൊരു സാധനം നമ്മൾ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടി ചേട്ടന്മാർ അത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അത് എടുക്കാൻ വേണ്ടി പോകണം. ഓക്കെ, അപ്പോൾ അത് മാത്രമല്ല നമ്മൾ പോകുന്ന വഴിക്ക് എവിടെയെങ്കിലുമൊക്കെ ഫിഷിങ്ങിനും പോകുന്നതായിരിക്കും. അത് മാത്രമല്ല വേറെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ മേടിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇപ്പോൾ വന്നേക്കുന്നത് നമ്മൾ നേരെ ഓമല്ലൂർ ഭാഗത്ത് ഇരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇപ്പോൾ ഓമല്ലൂർ മഞ്ഞിറക്കര ചാലോ അങ്ങനെയുള്ള കുറേ സ്ഥലം കേട്ടോ. അപ്പോൾ ആ ഒരു സ്പോട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് കുറേ ചേട്ടന്മാർ കാസ്റ്റിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ഈ നേരെ നമ്മൾ ബീത്ത് മച്ചാൻ്റെ വീട്ടിൽ പോയിട്ട് ബീത്തിനെയും കൂട്ടിക്കൊണ്ടാണ് നമ്മൾ നേരെ പോകാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് നമ്മുടെ ബിജിത്ത് മച്ചാൻ്റെ സ്റ്റിക്ക് ഒടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 സ്റ്റിക്കാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അത് പോയി എടുക്കുക. വേറെ എവിടെയെങ്കിലുമൊക്കെ ഫിഷിങ്ങിന് പോയിട്ട് മീനെ കിട്ടുവാണെങ്കിൽ നമ്മൾ അതിൻ്റെ വീഡിയോ നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് നേരെ വീട്ടിലേക്ക് ഇടാം. അപ്പോൾ അങ്ങനെ നമ്മൾ നേരെ പന്തളത്ത് ചൂണ്ടക്കടയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ കട ഞാൻ തുറന്നിട്ടില്ല, ചേട്ടന്മാരൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പോൾ എന്തായാലും ചേട്ടന്മാർ വന്നിട്ട് ബാക്കി വിശേഷം കാര്യങ്ങളും കാണിച്ചു തരാം. ഓക്കെ, നമ്മുടെ അണ്ണൻ ഷോപ്പ് ഇറക്കുവാണേ. ഇപ്പം നമ്മൾ ഷോപ്പ് തുറന്ന് ഫസ്റ്റ് കസ്റ്റമറായിട്ട് നമ്മൾ കയറിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും പുതിയ സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ഇത് നല്ലൊരു ചേഞ്ച്. ഇവിടെ അക്വറിയം തന്നെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ടോ. നമ്മൾ ഫസ്റ്റ് ടൈം വന്നപ്പോൾ തന്നെ അക്വറിയം തന്നെ ഇവിടെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അത് നേരെ ഇങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. പിന്നെ അത് വേറെ കുറേ സാധനത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. സിലോപ്പിയൊക്കെ കിടപ്പുണ്ട് ഇഷ്ടംപോലെ. ഇതൊക്കെ നമ്മൾ അന്ന് വന്നപ്പം കണ്ട വാഹക്കുട്ടൻ ഇവിടെ കിടപ്പുണ്ട് കേട്ടോ. പിന്നെ ഏറ്റവും ഒരു കൈതക്കോരയും കിടപ്പുണ്ട് ഇതിനകത്തെ. അപ്പോൾ എന്തായാലും നമുക്ക് കട കുറഞ്ഞേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഓരോരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ മേടിക്കാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ സ്റ്റിക്കാണ് നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. നമ്മളൊരു വെറൈറ്റി സാധനം നമ്മളിന്ന് എടുക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഗൈസ്, നമ്മുടെ സാധനം വേണ്ട നമ്മൾ ഓർഡർ ചെയ്ത സാധനം നമ്മുടെ ഹെഡ്ലി ഹണ്ടിൻ്റെ ഒരു കിഡിലെ സാധനമാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. ഇത് 6 ഫീറ്റ് അല്ലേ വരുന്നേ? നല്ല ലൈറ്റ് വെയിറ്റ് കേട്ടോ. കിണ്ണം കാജി സാധനം. ഇതിൻ്റെ എൻ്റെ നോക്കണ ഒരു വുഡിൻ്റെ ഇതൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് നമുക്ക് പറയാം കേട്ടോ. എന്തായാലും സംഭവം ഇതാണേ. അപ്പോൾ ഗൈസ്, ഇപ്പം നമ്മുടെ ഈ അണ്ണൻ്റെ സ്റ്റിക്കാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഹെഡ്ലി ഹണ്ടിൻ്റെ സ്റ്റിക്ക് തന്നെയാണ് അണ്ണനും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഇവിടെ കുറേ സ്റ്റിക്ക് ഇരിപ്പുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ ഇവിടെ തണ്ണന്മാരൊക്കെ യൂസ് ചെയ്യുന്ന സ്റ്റിക്ക് കേട്ടോ. അപ്പം തന്നെ ഈ ഒരു സാധനം കൊടുക്കാൻ വെച്ചേക്കാണ്. ഇപ്പം 3000 സംതിങ് രൂപയേ ഉള്ളൂ. അപ്പം കിടലൊരു റെയിലും സ്റ്റിക്ക് കൂടി ഇരിപ്പുണ്ട്. ആർക്കാണെങ്കിലും വന്ന് മേടിക്കാം. അപ്പം ഇതാരെയാണ് ഈ സാധനം? ഈ സ്റ്റിക്ക് അണ്ണൻ്റെ ഇത് മാത്രമേ ഉള്ളൂ, വേറെ ഉണ്ടോ? അല്ല, അണ്ണൻ്റെ എനിക്ക് ഞാനിത് മാത്രമേ യൂസ് ചെയ്തു. ഓക്കെ, പോയേക്കോണോ? മറ്റേ ബൈക്കേഴ്സിനകത്ത് SLX-നകത്ത് കിക്കറും ഹാൻഡിലും എല്ലാം കയറ്റി സെറ്റ് ചെയ്ത്. അപ്പൊ നമ്മുടെ മറ്റേ റീലൊക്കെ റെഡി ആക്കിയായിരുന്നോ? റെഡി ആക്കിയെന്ന് പറയാം. പക്ഷെ അണ്ണൻ അയച്ചു തന്നെ വേറെ വ്യത്യാസം ഉണ്ടോ? നമ്മള് ചൈനീസ് റീല എടുത്ത്, പക്ഷെ അണ്ണൻ കാണിച്ചത് വാട്സപ്പ് അയച്ചു തന്നിരിക്കുന്ന വേറൊരു സാധനം അയച്ചു തന്നിരിക്കുന്നത്. വന്നാലേ ഉള്ളൂ. രാവിലെ വരുത്തില്ലെന്ന് വിചാരിച്ചു. ഉച്ച കഴിഞ്ഞിട്ട് വന്നാൽ ഓ, ഞങ്ങളില്ലേ പറയാം വെളുപ്പിന് ഞങ്ങൾ ഇങ്ങനെ എത്തുമെന്ന് പറഞ്ഞു. ഓക്കെ ഗൈസ്, അപ്പോൾ എന്തായാലും നമുക്കിനി ഫ്രോഗിൻ്റെ പുറയിലോട്ട് വേഗം. അപ്പോൾ എന്തായാലും ഗൈസ്, ഇവിടെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇതിനെക്കുറിച്ച് പറഞ്ഞാണ്. പിന്നെ ബൈക്കാസ്റ്റിക്കിൻ്റെ കിഡായിട്ടുള്ള റീലും ഇതുണ്ട്, സ്പിന്നിങ് റീലും എല്ലാം ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഏതാ ഇഷ്ടപ്പെട്ട നമുക്ക് നോക്കിയെടുക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് അവർ ഒരുക്കി വെച്ചേക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കി ഇഷ്ടപ്പെട്ട ഏതാണെന്ന് നമുക്ക് എടുക്കാൻ പറ്റും. അതുപോലെ നമുക്കിവിടെ നോക്കുകയാണെങ്കിൽ ബോട്ട്സിനകത്തെല്ലാം സ്പിന്നിങ്ങും DC റീലും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെയാണ് സർവീസ് ചെയ്യുന്നത്. ഓക്കെ, റീലും സ്റ്റിക്കൊക്കെ സർവീസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ചേട്ടൻ വന്നിട്ടില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി ബാക്കി
കുറേ സാധനം മേടിക്കാനുണ്ട്. അപ്പം നമുക്ക് നേരെ അതിലേക്ക് പോയേക്കാം. ഓക്കെ, അപ്പം നമ്മുടെ ഹെഡ്ലി ഹണ്ടിൻ്റെ കിഡ് ആയിട്ടുള്ളൊരു സ്റ്റിക്കാണിത്. അപ്പോൾ ഇതിൻ്റെ 2 പീസ് വരുന്നുണ്ട്, ടോപ്പ് ഹാം 2 പീസ് വരുന്നുണ്ട്. അപ്പം നമ്മളിവിടെ നോക്കുകയാണെങ്കിൽ എച്ച് കിടപ്പുണ്ട്, പിന്നെ നമുക്കൊരു MH കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഹെവിയും മീഡിയത്തിലുള്ള സംഭവമാണ് ഈ ഇരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്കൊരു ചെറിയൊരു ബായും കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ ഇവിടുന്ന് കുറച്ച് ഫ്രോഗും വേറെ കുറേ സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി പോകണേ. അപ്പോൾ നമ്മളിവിടെ നോക്കുവാണല്ലോ, നമ്മളിവിടെ ഒരു ഫ്രോഗ് നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, അത് നമ്മുടെ ഈ ഒരു കിഡിലായിട്ടുള്ളൊരു ചീറ്റ ഫ്രോഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വർഷത്തെ നോക്കുകയാണെങ്കിൽ ഫുള്ള് ലൂറൊക്കെയാണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നല്ല കിഡിലെ ലൂറ് കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. പിന്നെ ഇവിടെ എല്ലാം നോക്കണേ ഫ്ലിപ്പൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇരിക്കുന്ന കിഡിലാണ് ഈ ഫ്ലിപ്പ് ഉണ്ടല്ലോ, ആ ഫ്ലിപ്പൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഇഷ്ടംപോലെ ഫ്രോഗ് ആണല്ലോ. ഓക്കെ, വേണ്ടാ വീത്തെ മറ്റു സാധനം നമ്മുടെ മുതലയുടെ ഒരു പുതിയൊരു വെറൈറ്റി സാധനം കേട്ടോ, അത് ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ ഇവിടെ കിഡിനായിട്ടുള്ള ഫ്രോഗ് ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് കുറച്ച് ഫ്രോഗ് വേണം. അപ്പം നമുക്ക് നോക്കി വേണം എടുക്കാൻ. ഓക്കെ, അപ്പം ജസ്റ്റ് ഒന്ന് ഓടിച്ചെന്ന് വിട്ട് കാണിച്ചു തരാം കേട്ടോ. അല്ലേ, ഇനി ഇവിടെ വാളയൊക്കെ പിടിക്കാൻ പറ്റിയ സ്പൂണൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഫുള്ള് ബ്രൈഡാണ് ഇവിടെ ഇരിക്കുന്നത്. ഇവിടെ ഫുള്ള് ബ്രൈഡ് ഇരിപ്പുണ്ട്. ഇവിടെ പോൾട്രോഡ് സാധനമൊക്കെ സ്റ്റിക്കൊക്കെ ഇവിടെ ഇരിപ്പുണ്ട്. അപ്പം ബാക്കിയൊന്നും പറയണ്ട, എല്ലാം നമ്മൾ കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ ഗീസ് ഇവിടെ ഒരു വാച്ച് ഉണ്ട്. ഓക്കെ, ആണെങ്കിൽ ഇതിൻ്റെ പ്രൈസ് എത്രയാണ് വരുന്നത്? ഏണാ ഈ വാച്ചിൻ്റെ പ്രൈസ് എത്ര വരുന്നത്? വരുന്നുണ്ടല്ലേ? ഇതൊന്ന് ഓപ്പൺ ചെയ്ത് എടുത്തണം. ഫ്രോഗ് അല്ല, ഇത് മൊത്തം ലൂറിന് വേണ്ടിയുള്ള ടൈപ്പാ. അപ്പം ഫ്രോഗിനകത്ത് കയറ്റിയിരിക്കുമോ? പിന്നെ 2-3 ഫ്രോഗ് വെച്ച് കയറില്ലയോ? ഓക്കെ ഓക്കെ. ഓക്കെ, ഇവിടെ ബോട്ട്സ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. സ്റ്റിക്ക് എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ സർവീസിന് കൊടുത്ത നമ്മുടെ റീൽ നമ്മൾ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ 3 ഫ്രോഗ് എടുത്തിട്ടുണ്ട്. പിന്നെ മണി എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചൂണ്ടനൂൽ എടുത്തിട്ടുണ്ട്, ബ്രൈഡ് എടുത്തിട്ടുണ്ട്, അങ്ങനെ എല്ലാ സംഭവം എടുത്തിട്ടുണ്ട്. അപ്പം ഇതിനെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പിന്നെ പറയാം കേട്ടോ. റീൽ എടുത്തിട്ടുണ്ട്. പുതിയ സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെഡ്ലി ഹണ്ടിൻ്റെ ഒരു സിറ്റ് ഫിറ്റ് വരുന്നൊരു സ്റ്റിക്കാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പരിപാടി നടക്കാം കേട്ടോ. ഇത്രയും മതി. അടി ഉണ്ടോ നോക്കിയിട്ട് എടുക്കാം അല്ലടാ. അലിയാൻ ഇച്ചിരി താമസം. എനിക്ക് ആ സ്പോട്ടിലാന്ന് തോന്നുന്നു. നമ്മുടെ സ്പൈഡർ എടുക്കാൻ വേണ്ടി പോട്ടോ. നമ്മുടെ സ്പൈഡറൊക്കെ എടുത്ത് കക്കീസ് നമ്മൾ ഒരുമാതിരി സാധനം സെറ്റാക്കി എടുത്തിട്ടുണ്ടേ. നമുക്ക് നിൽപ്പ് വെക്കാം. അവിടെ അതിനകത്ത് വരും. നമ്മളെവിടെ മുമ്പ് കണ്ടോ? നല്ലതുണ്ട്. അവിടെ ഓരോ ഉണ്ടായിരുന്നു, ഇവിടെ ഉണ്ടായിരുന്നു. ഈസപ്പോൾ നമ്മൾ ഇവിടെ തന്നെ എറിയാൻ പോട്ടോ. ഇവരടിക്കില്ല, നമുക്ക് നോക്കാം. നമ്മൾ മണിയും കൂടെ സെറ്റ് ചെയ്യാം കേട്ടോ. ഒന്നാമത്തെ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് 2-3 ഇട്ട് വെച്ചാൽ ഇപ്പോൾ നമ്മൾ അടുത്തെടുത്തിട്ടുണ്ട്. അടുത്ത് ഇങ്ങോട്ട് തന്നെ എറിഞ്ഞേക്കാം കേട്ടോ.
കളിക്കുന്നുണ്ടോ? അതിന്റെ ചോടിക്ക് എത്തിയോ? അടുത്തിടുന്നുണ്ടോ? റിസൾട്ട് വല്ല നോക്കിട്ടിടാ, ചുമ്മാ എല്ലാം കൂടെ വാരിയിട്ട് നിന്ന്. നമുക്ക് ഫുഡ് കഴിച്ചാലോ? കഴിക്കാം. കഴിച്ചപ്പോൾ നമ്മളിവിടെ കൂടുതൽ എറിയുകൊണ്ട് ഇട്ടിട്ടില്ല, രണ്ട് എറിയുകൊണ്ട് ഇട്ടുള്ളൂ. അപ്പോൾ നമ്മൾ വന്നേക്കുന്ന സ്പോട്ട് പന്തളത്താണ്. അപ്പോൾ അവിടെ കുറേ ചേട്ടന്മാർ ഇരുന്നിട്ട് ചൂണ്ടയൊക്കെ ഇടുന്നുണ്ട്. അപ്പം അവിടെ ആയിരിക്കും ഇച്ചിരിയുടെ നല്ല കളം എന്ന് എനിക്ക് തോന്നുന്നു. നോക്കുക എന്നാൽ നമ്മൾ വന്ന വഴിക്ക് ഇവിടെ കുറച്ച് ആക്ടിവിറ്റി പോലെ കണ്ടു, അതുകൊണ്ടാണ് നമ്മളിവിടെ ഇരുന്ന് ഇട്ട് നോക്കിയത്. കേട്ടോ രണ്ടുപേരും നോക്കിയിട്ട് നമുക്ക് മാറാം കേട്ടോ. നമ്മളെന്തെങ്കിലും ചൂണ്ടയൊക്കെ ഇട്ടിങ്ങനെ വെച്ചാൽ 2 ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമ്മളെന്തായാലും ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം. അപ്പോൾ നമ്മൾ പൊറോട്ടയാണ് പൊറോട്ടയും മുട്ടക്കറിയാണ് മേടിച്ച് വന്നത് കേട്ടോ. അല്ല ആദ്യം എടുക്കുമ്പോൾ എന്താ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും നീ ബാക്കി കഴിച്ചിട്ട് വേണം. അതിനകത്ത് മീൻ ഇല്ലെന്ന് ഓർത്ത് വലിച്ചു കയറ്റി കേട്ടോ. പക്ഷേ അതിനകത്തൊരു മീൻ കിടപ്പുണ്ടേ. എനിക്കറിയത്തില്ല, എന്നാൽ പോലും നമുക്ക് നോക്കാം. നോക്കി ഒരു ഐറ്റം തൂളി കേട്ടോ. അയ്യോ നോക്കി, ഒരു ചിമട്ടൻ്റെ ഒരു തൂളി നമുക്ക് അടിച്ചേറ്റാൻ വേണ്ടി പറ്റും കേട്ടോ. ചില്ലറ ചെറുതൊന്നുമില്ല കേട്ടോ. നോക്കി നീലക്കാല വിരിച്ച് നല്ല സെറ്റപ്പ് അടിപ്പുണ്ട് കേട്ടോ. നല്ല രീതിക്ക് ഹുക്ക് കയറിയിട്ടുണ്ട്. പക്ഷെ വലിച്ചൊന്നും ഇല്ലല്ലോ ഇത്. എന്നാ പിന്നെ എറിഞ്ഞാൽ ഇവിടെ തന്നെ എറിഞ്ഞാക്കാം. സൂപ്പർ തോളിയാണ്. നമുക്ക് ഫസ്റ്റ് തൂളി അടിച്ചിട്ടുണ്ട്. മാലച്ചൂണ്ട ഉണ്ടാക്കിയിട്ടിപ്പോൾ നമ്മുടെ വീഴ്ത്താൻ വേണ്ട ഒരു വരാലിനെ അടിച്ച് കയറ്റിയിരിക്കുന്നു കേട്ടോ. ഒരു കിടിലൊരു വീട്ടമരല്ലേ, നാടൻ മരല്ലേ, ഈ കേസ് ഒരു അടിപൊളിയൊരു കിടിലൊരു വരാലിനെ അടിച്ചു തരും കേട്ടോ. നോക്കി ബുക്കൊക്കെ അങ്ങ് അണ്ണാക്കി കയറി. അപ്പം എന്തായാലും കിട്ടിലൊരു മുതലാട്ടോ. എന്തായാലും നമ്മുടെ ഫസ്റ്റ് നമ്മുടെ ഹെഡ്ലി ഹണ്ടിൻ്റെ സ്റ്റിക്കായിരുന്നു കേട്ടോ. നല്ല അടിപൊളി സാധനമായി. നമ്മുടെ വരാലിനെയൊക്കെ ഇപ്പം നമ്മുടെ വീട്ടിൽ വെച്ചാൽ വരാലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിരുന്ന സമയത്ത് നമുക്ക് ഇവിടെ ഒരു മീൻ അടിച്ചിട്ടുണ്ടേ. അപ്പോൾ കാണിച്ചു തരാവേ, കണ്ടോ? കണ്ടോ കേസ്, മീൻ അടിച്ചിട്ടുണ്ട്, എടുക്കാവേ. ഓക്കെ കേസ്, എങ്ങനെയാ ഹുക്കൊന്നും അറിയത്തില്ല കേസ്. അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ. ഉടക്ക കിഡിലിന് ഉടക്കാം കേട്ടോ. ചെറുതാണേ. ചെറുതല്ല. ഓ എൻ്റെ കേസ് അവസ്ഥ കണ്ടോ? 2 മീൻ കേട്ടോ. നമ്മൾ തൂളിയും പിടിച്ചു, ഇന്ന് ഇത് വെച്ചാൽ വരാലിനും പിടിക്കുന്നുണ്ടേ. അപ്പം നമുക്ക് കിട്ടിയേക്കുന്ന തൂളി ഇതാട്ടോ. ചേട്ടൻ ജമ്പ് ഷോട്ട്. നമുക്ക് നല്ല രാശിയുണ്ട്. അപ്പൊ നമുക്ക് വീണ്ടും ഒരു മീൻ അടിച്ചിട്ടുണ്ട്. ഇതേക്കറി നല്ലൊരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഈ ഒരു ഫോൺ എടുക്കാൻ വേണ്ടി മീൻ അടിച്ചിട്ടുണ്ട്.
മിസ്സായി. മിസ്സായി പോയി സാധനത്തിന് അവിടെ അടിച്ച് കയറ്റിയേ. ഇനി കുളിപ്പിച്ചെടുക്കാം. അപ്പൊ നമുക്ക് വീണ്ടും ഒരു മീൻ അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ലൊരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഫോൺ എടുക്കാൻ വേണ്ടി മീൻ അടിച്ചത്. ആ ഒരു മീനും പോയി. അപ്പൊ നമുക്ക് വീണ്ടും ഒരു മീൻ അടിച്ചിട്ടുണ്ട്. ഇതൊക്കെ നല്ലൊരു മീൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. വീണ്ടും പിടിച്ച് വലിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും എടുത്ത് നോക്കാവേ. ഒന്നും അറിയത്തില്ല, വലിക്കുന്നും പറിക്കുന്നൊന്നുമില്ല. പായലും വലിച്ചുകൊണ്ടാണ് വരുന്നത്. നല്ല ടൈറ്റിലാണ് വരുന്നത്. ആണോ? ഇത്രയും പായല വലിച്ചോണ്ട് വരുന്നുണ്ടോ? ഉണ്ടല്ലോ നമ്മൾ പായലിനെ കണ്ടു. ഇവിടെ കയറിയേക്ക്. ഞാൻ ഇവനെ ലാൻഡ് ചെയ്ത് തരാം. അവനെ എങ്ങനെ പിടിക്കണേ, അല്ലെങ്കിൽ ചെറുതായിട്ട് അവനെ കഴുത്തിന് നല്ല മുറുക്കി പിടിക്കണം. മുറുക്കി പിടിടാ. ഇങ്ങോട്ട് ഇറങ്ങി. ഓക്കെ, നമുക്ക് അടുത്തൊരു തൂളി അടിച്ചിട്ടുണ്ടേ. ഇത്രയും മഴയത്താണ് ഇപ്പോൾ തൂളി മൊത്തം അടിച്ചോണ്ടിരിക്കുന്നത്. പായലിനകത്തുനിന്ന് കടിച്ചു കയറ്റുന്ന സാധനത്തിനെ കണ്ടോ? തൂളി നല്ല പിടയ്ക്കുന്ന തൂളി. അത് നല്ല ഹൂക്കപ്പായിരുന്നല്ലേ. നീ വലക്കത്തിട്ടോ, ഞാനത് തീറ്റി സെറ്റ് ചെയ്യട്ടെ. നീ വല എടുത്തുണ്ടോ? അങ്ങോട്ട് കൊണ്ടുണ്ടോ? വല അരിച്ചെടുക്കാൻ പാടാം. എത്ര കേട്ടോ, നീ ഇപ്പോൾ എടുത്തുണ്ടോ? നമ്മുടെ തീറ്റയെല്ലാം തീർന്നു പോയി. പരിപാടി ക്യാൻസൽ ചെയ്ത് ഓരോരോ നൂലൊക്കെ എടുത്തുകൊണ്ട് ഇപ്പം ഇതിനകത്ത് പിടിച്ചൊരു വലി കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ വലിക്കുവാണെങ്കിൽ കാണിച്ചു തരാവേ. മീൻ അടിച്ചാലും ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ സംഭവം എടുക്കാൻ വേണ്ടി പോകുമായിരുന്നു കേട്ടോ. എന്തായാലും നമുക്ക് എന്തെങ്കിലും എടുക്കുന്നുണ്ട്. പുറണ വലിക്കുമായിരുന്നെങ്കിൽ അങ്ങ് പൊക്കായിരുന്നു. അപ്പൊ നമ്മളെ മാടി വിളിച്ചിട്ടുണ്ട് വീണ്ടും. കണ്ടോ കേസ്, മണികിടന്നടിക്കുന്നുണ്ടോ? ഇതാണ് അടി. കണ്ടോ കേസ്, നല്ല ഫൈറ്റ് കേട്ടോ. ആ വെടിച്ച് വലിക്കുന്നത്. എന്തായാലും നമുക്ക് എടുക്കാം കേട്ടോ. ഇങ്ങോട്ട് എടുത്തരാ. കഴുത്തിന് ഉറക്കപ്പെടാ. എന്തുവാടാ കാണിച്ചേ? നമുക്ക് കിട്ടിയേക്കുന്ന മീൻ ഇത്ര കേട്ടോ. കുറെ മീൻ മിസ്സായി പോയെങ്കിലും നമുക്ക് കിട്ടിയേക്കുന്ന ഐറ്റ് ചെയ്താ കേട്ടോ. അപ്പോൾ ഇതേമാരെ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് ബീച്ചിൻ്റെ കയ്യിൽ കുറേ വാഹയുടെ കുഞ്ഞുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വാസൂട്ടൻ്റെ കമ്പനിയായിട്ട് നമ്മൾ രണ്ടെണ്ണത്തിനും കൂടെ ഇവിടുന്ന് കൊണ്ടുവന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേമാരെ ഫിഷിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വൈൻഡപ്പിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റില്ല, കാരണം നല്ല മഴയായിപ്പോയി. അതുകൊണ്ടാണ് നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്. അപ്പോൾ വ്യത്യാസം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇപ്പോൾ നമ്മൾ വൈൻഡപ്പിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. അപ്പോൾ അതിന് മുന്നേ തന്നെ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് അടിപൊളിയൊരു സ്റ്റിക്ക് നമുക്ക് എന്തായാലും എടുക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് പന്തളത്തുനിന്ന് ഇത്രമാത്രം മീനെ അടിച്ചു തരാൻ വേണ്ടി പറ്റുമെന്ന് ഞാൻ വിചാരിച്ചതല്ല. കാരണം വെച്ചാൽ ഞാൻ മറ്റേ കറ്റി എന്നൊക്കെ പറഞ്ഞ മീനിലേക്ക് അതിൻ്റെ ഉദ്ദേശമാണ് ഞാൻ ആ ഒരു സ്പോട്ടിൽ പോയത്. പക്ഷേ ഫുള്ള് തൂളിയുടെ ഒരു വേട്ടയായിരുന്നു. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അച്ഛനും കുറച്ച് തൂളി അടിച്ചു തരാൻ വേണ്ടി പറ്റി.
പിന്നെ കുറേ മീൻ മിസ്സായിപ്പോയി, അത് വേറെ കാര്യം. അതുപോലെ നമുക്ക് ബീത്ത് വെച്ചാൽ അടിപൊളി ഒരു വരാലിനെ പിടിച്ചു തരും. ആ ഒരു വരാലെ നമ്മൾ എടുത്തിട്ടുണ്ട്, കാരണം അതിന് നമ്മൾ വളർത്താനുള്ള പ്ലാനിലാണ്. ഓക്കെ, പിന്നെ അതുപോലെ ബീത്ത് വെച്ചാൽ വീട്ടിൽ പോയിട്ട് നമ്മൾ 2 വാഹക്കുഞ്ഞിനെയും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വാഹക്കൂട്ടനെ കൂട്ടായിട്ടാണ് നമ്മൾ 2 വാഹക്കുഞ്ഞിനെയും കൂടെ എടുത്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അവരുടെ വീഡിയോസ് ഒക്കെ ഉടനെ നമ്മൾ വരുന്നതായിരിക്കും, ഷോർട്ട് വീഡിയോ ആയിട്ട് നമ്മൾ അപ്ലോഡൊക്കെ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ വെച്ചാൽ എന്തായാലും വീഡിയോസ് ഒന്ന് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ വെച്ചാൽ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു കിട്ടായിട്ടുള്ള ഒരു വിഷയം വീഡിയോ ആണ്. ഓക്കെ, ബൈ.